വൈകിട്ട് ജോലി കഴിഞ്ഞു വന്നതാണ് രാഹുൽ. വണ്ടിയിൽ നിന്നിറങ്ങിയതും ബാഗിൽ നിന്ന് താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ബാഗ് ഹാളിലെ മേശപ്പുറത്ത് വെച്ച ശേഷം അവൻ നേരെ റൂമിലേക്ക് ചെന്നു. പതിവ് പോലെ കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങിയതും മുടിയൊന്ന് വെറുതെ കൈകൊണ്ട് മാടി ഒതുക്കി വെച്ച ശേഷം അവൻ അടുക്കളയിലേക്ക് ചെന്നു. ഒരു പാത്രത്തിൽ ചായക്കുള്ള വെള്ളം വെക്കാൻ തുടങ്ങിയതും കോളിംഗ് ബെൽ ശബ്ദിച്ചു. ആരാണാവോ ഈ സമയത്ത്? കയ്യിലെ പാത്രം അവിടെ തന്നെ വെച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അവൻ പതിയെ പറഞ്ഞു. വാതിൽ തുറന്നതും മുറ്റത്ത് ബാഗുമായി നിൽക്കുന്നൊരു പെൺകുട്ടിയെയാണ് കണ്ടത്. അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആരാ? അവൻ ചോദിച്ചു. രാഹുൽ എന്ന് പറയുന്ന ആളുടെ വീടാണോ ഇത്? അവൾ ചോദിച്ചു. അതു കേട്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത്. അതെ, ഞാനാണ് രാഹുൽ. ആരാ? എന്തായിരുന്നു കാര്യം? അവൻ ചോദിച്ചു. അതു കേട്ട് അവൾക്ക് ആശ്വാസം തോന്നി. ആ ആശ്വാസം അവളുടെ കണ്ണിൽ അവന് കാണാമായിരുന്നു. വഴി കൃത്യമായി പറഞ്ഞു തന്നിരുന്നെങ്കിലും ഒന്ന് രണ്ട് ഇടവഴികൾ മാറിപ്പോയി. വീടന്വേഷിച്ച് കുറച്ചധികം നടക്കേണ്ടിയും വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ നന്നേ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. കയ്യിൽ 2 ബാഗുമുണ്ട്. ഇങ്ങോട്ട് കയറിയിരിക്കാം, അവൻ പറഞ്ഞു. അവൾ പതിയെ ഉമ്മറത്തേക്ക് കയറി അവിടെ ഇട്ടിരുന്ന കസേരയിലേക്കിരുന്നു. ഒന്നിരുന്നപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ബസ് ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓട്ടോ വിളിക്കാനൊന്നും നിന്നില്ല. വഴിതെറ്റി കുറച്ചധികം നടന്നു. പിന്നെ ഒരു ഓട്ടോയും കണ്ടതുമില്ല. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ചെറിയൊരു പെൺകുട്ടി, 10-20 വയസ്സ് ഉണ്ടായിരിക്കും. ചുരിദാറാണ് വേഷം. ഇരുനിറമാണെങ്കിലും ഐശ്വര്യമുള്ള മുഖം. പക്ഷേ യാത്രാക്ഷീണം കൊണ്ടാകണം കണ്ണുകൾ തളർന്നിട്ടുണ്ട്. വെള്ളം വേണോ? അവൻ ചോദിച്ചു. അവൾ പതിയെ ഒന്ന് തലയാട്ടി. അവൻ വേഗം അകത്ത് ചെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. അതവൾക്ക് നേരെ നീട്ടിയതും അവൾ അത് വേഗം തന്നെ വാങ്ങി കുടിച്ചു. അവസാന ഇറക്ക് കുടിച്ചു കഴിഞ്ഞതും അവളിൽ നിന്നൊരു ആശ്വാസം അടർന്നു വീണു. താങ്ക്സ്, കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നതാ, അത് തീർന്നു പോയി, അവൾ പറഞ്ഞതും അവനൊന്ന് പതിയെ ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല. എന്നെ എങ്ങനെ അറിയാം? എന്തിനാ വന്നത്? അവൻ പതിയെ ചോദിച്ചു. അവളൊന്ന് അവനെ തന്നെ ഒന്ന് നോക്കി. എന്തൊക്കെയോ ഭാവങ്ങൾ അവളുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഞാൻ നാട്ടിൽ നിന്ന് വരികയാണ്, അവൾ പറഞ്ഞതും അവൻ്റെ മുഖമൊന്ന് വല്ലാതെയായി. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് കേട്ടതുപോലെ അവനൊന്ന് വെറുതെ മൂളിയതേയുള്ളൂ. എൻ്റെ പേര് ഗായത്രി, വടക്കേപ്പറമ്പിലെ ദാമോദരൻ്റെ പെങ്ങളെ മോളാണ്. ആ, ഇപ്പോൾ മനസ്സിലായി. ഇവിടെ എങ്ങനെ? ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചോദ്യങ്ങളുണ്ടായിരുന്നു. അവളൊന്ന് അവനെ നോക്കി. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവളൊന്ന് നീട്ടി ശ്വാസമെടുത്തു. പിന്നെ പറഞ്ഞു തുടങ്ങി. എനിക്ക് ഇവിടെയൊരു ജോലി ശരിയായി. പാലക്കൽ LP സ്കൂളിൽ. താൽക്കാലികമാണ്. താമസ സൗകര്യം നമ്മൾ തന്നെ നോക്കണം. എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ല. അപ്പോഴാണ് മംഗലത്തെ മുത്തശ്ശൻ രാഹുലേട്ടനെ പറ്റി പറഞ്ഞത്. ഇവിടത്തെ അഡ്രസ്സ് തന്നതും മുത്തശ്ശനാണ്. ഇവിടെയാകുമ്പോൾ ഒന്നും പേടിക്കാനില്ല. മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞതും രാഹുൽ അവളെ തന്നെ ഒന്ന് നോക്കി. പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനായും അവന് മനസ്സിലായതുമില്ല. ഇവിടെയാകുമ്പോൾ പേടിക്കാനൊന്നുമില്ലെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൾ ഇവിടെ താമസിക്കാൻ പോവുകയാണെന്നാണോ? അവനൊന്നും മനസ്സിലായില്ല. എന്നുവെച്ചാൽ? അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. അവളൊന്നും പറഞ്ഞില്ല. പുറത്ത് അപ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. അവൾക്ക് വല്ലാതെയായി തുടങ്ങി. തന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ അതുണ്ടായിട്ടില്ല. ഒരു പക്ഷേ മുത്തശ്ശൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കുമോ വിളിച്ചു പറയാതിരുന്നത്? ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ താൻ ഈ രാത്രി എങ്ങോട്ട് പോകും? അവളുടെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടി. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നേ. അങ്ങനെയുള്ളപ്പോൾ തന്നെ എങ്ങനെയാ എൻ്റെ കൂടെ ഇവിടെ നിർത്തുന്നേ? അത് ശരിയാവുമോ? അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവൾ പേടിച്ചത് സംഭവിച്ചിരിക്കുന്നു. തന്നെ ഇവിടെ നിർത്താൻ അവന് താല്പര്യമില്ല. തൻ്റെ അമ്മ ഇതിന് സമ്മതിച്ചോ? അറിയാത്തൊരു ആണിൻ്റെ കൂടെ നിന്നെ താമസിക്കാൻ വിടാൻ അവർക്ക് പേടിയില്ലേ?
അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൻ ചോദിച്ചു. അതുകേട്ട് അവൾ അവനെ ഒന്ന് തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അമ്മ മരിച്ചിട്ട് 2 മാസമായി. അച്ഛൻ ആദ്യം മരിച്ചിരുന്നല്ലോ. അതിനുശേഷം അമ്മാവൻ്റെ വീട്ടിലായിരുന്നു ഞാനും അമ്മയും. അവിടെ ആയിരുന്നു എന്നേ ഉള്ളൂ. അമ്മ മംഗലത്ത് വീട്ടിൽ പണിക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാ ഞങ്ങളുടെ ചെലവൊക്കെ നടന്നിരുന്നേ. പിന്നെ എനിക്ക് ചെറിയൊരു ജോലി ആയപ്പോഴാ അമ്മയ്ക്ക് സമാധാനമായത്. പക്ഷേ അമ്മ പോയപ്പോൾ അമ്മാവൻ്റെ സ്വഭാവം ആകെ മാറി. അമ്മയുടെ ഓഹരി തരേണ്ടി വരുമെന്ന് പേടിച്ച് ഒരുപാട് ദ്രോഹിച്ചു. എന്നെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണമെന്നേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ജീവിക്കണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ല. പക്ഷേ മരിക്കാൻ എന്തോ ഒരു പേടി. അതുകൊണ്ട് എല്ലാം സഹിച്ച് അവിടെ പിടിച്ചു നിന്നു. ഇനിയും പിടിച്ചു നിന്നേനെ. പക്ഷേ അമ്മായിയുടെ ആങ്ങളയുടെ മകൻ വന്നിട്ടുണ്ട് അവിടെ. ആളുടെ സ്വഭാവം അത്ര നല്ലതല്ല. എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് പറയാൻ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. വെറുമൊരു ജോലിക്കാരിയുടെ മോളായി എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. മുത്തശ്ശനാണ് ഇവിടത്തെ ജോലി ശരിയാക്കി തന്നത്. ഇവിടെ വന്ന് പറഞ്ഞാൽ താമസിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. മുത്തശ്ശന് രാഹുലേട്ടനെ അത്രയ്ക്ക് വിശ്വാസമായിരിക്കണം. എനിക്ക് മുത്തശ്ശനെ വിശ്വാസാണ്. എനിക്ക് വിശ്വസിക്കാൻ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. ഞാൻ കരുതിയത് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടാകുമെന്നാ. സാരില്ല, ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. കണ്ണുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നേർത്തൊരു ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി. പക്ഷേ ആ ചിരി വെറുമൊരു വെച്ചുകെട്ടലാണെന്ന് അവന് മനസ്സിലായിരുന്നു. അവളൊന്ന് പുറത്തേക്ക് നോക്കി. പുറത്ത് ഇരുട്ടിൻ്റെ കനം ഒന്നുകൂടി കൂടിയിരുന്നു. ഈ ഇരുട്ടിൽ ഇനി താൻ എവിടേക്ക് പോകും? അവൾ വീണ്ടും അവൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇന്ന് നല്ലോണം ഇരുട്ടായി. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഈ ഉമ്മറത്തൊന്ന് ഇരുന്നോട്ടെ. നാളെ രാവിലെ പൊയ്ക്കോളാം. ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അല്പം ദയക്കെന്ന പോലെ. അവളുടെ കണ്ണുകളിലെ നിസ്സഹായത, അനാഥത്വം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അവന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതാർക്കാണ് മനസ്സിലാകുന്നത്? അവൻ അവളെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു. താൻ വാ, അകത്തേക്കിരിക്കാം പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ബാഗ് അവിടെ ഉമ്മറത്ത് തന്നെ വെച്ച് അകത്തേക്ക് നടക്കാനൊരുങ്ങുന്നവളെ. ആ ബാഗ് കൂടി എടുത്തോ? അവൻ അവളോട് പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കിയ ശേഷം ബാഗുമെടുത്ത് അകത്തേക്ക് നടന്നു. താൻ ഇരിക്കി, ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവുമായിരുന്നു. താൻ കാപ്പി കുടിക്കില്ലേ? അവൻ ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഒന്ന് നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവനും പിന്നെ വേറൊന്നും പറയാതെ നേർത്തൊരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. ഒരാളുടെ കാപ്പിക്കുള്ള വെള്ളം കൂടി ടീപാനിൽ എടുത്ത ശേഷം അത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി. പിന്നെ എന്തോ ആലോചിച്ച ശേഷം ഫോൺ എടുത്ത് മുത്തശ്ശൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. രാഹുലിന്റെ അച്ഛന്റെ ഉറ്റ ചങ്ങാതിയുടെ അച്ഛനാണ് മംഗലത്ത് പത്മനാഭൻ. ചെറുപ്പം തൊട്ടേ രാഹുലും മുത്തശ്ശൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അച്ഛനും അമ്മയും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ വീട്ടുകാരും അവരെ സ്വീകരിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഒരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സ്നേഹം അറിയുന്നതും മംഗലത്തെ തറവാട്ടിൽ നിന്നു തന്നെയാണ്. അച്ഛനും അമ്മയും പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ തന്നെ തനിച്ചാക്കി പോയപ്പോഴും മുൻപോട്ട് ജീവിക്കാൻ വേണ്ടി എല്ലാത്തിനും കൂടെ നിന്നത് അച്ഛൻ്റെ കൂട്ടുകാരനും മുത്തശ്ശനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഒരു കാര്യം പറയുമ്പോൾ തള്ളിക്കളയാനാവില്ല. അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയൊരു നന്ദികേടായി പോകും. തൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റിയെന്നും വരില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്ത് ഇവരേ ഉണ്ടായിരുന്നുള്ളൂ. റിംഗ് മുഴുവൻ അടിഞ്ഞു തീരുന്നതിന് മുൻപേ അപ്പുറത്ത് കോളെടുത്തു. മുത്തശ്ശ. ഫോണെടുത്തതും അവൻ വിളിക്കുന്നത് കേട്ട് ആ മനുഷ്യന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പു, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. മോൾ എത്തിയോ അവിടെ? മുത്തശ്ശൻ ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. അപ്പു എന്നാണ് മുത്തശ്ശൻ അവനെ വിളിക്കുന്നത്. മുത്തശ്ശൻ മാത്രമല്ല, മുത്തശ്ശിയും. ആ ഒരു വിളി കേൾക്കുമ്പോഴാണ് താൻ ഈ ലോകത്ത് തനിച്ചല്ല, തന്നെയും സ്നേഹിക്കാൻ തനിക്കും സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് അവന് ഓർമ്മ വരാറ്. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വരുമ്പോൾ അവൾ ഇവിടെയുണ്ട്. ആണോ? അവൾ നിന്നോട് കാര്യം പറഞ്ഞോ? ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ ആശുപത്രിയിൽ ചെറിയൊരു പ്രശ്നം, അതിൻ്റെ ഇടയിൽ വിട്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ നീ തള്ളിക്കളയില്ലെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞതും അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല.
എൻ്റെ കൂടെ അവൾ താമസിക്കുന്നതിൽ മുത്തശ്ശന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ മുത്തശ്ശ കുഴപ്പം? അവൾ ഇവിടെ നിന്നോട്ടെ. അവൻ പറഞ്ഞത് മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു. അതെനിക്കറിയാലോ അപ്പു, ഞാൻ പറഞ്ഞാൽ നീ തള്ളിക്കളയില്ലെന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ ശരിയായോ? ഓ, അതൊക്കെ ശരിയായി. നമ്മുടെ ഹോസ്പിറ്റലിലെ തന്നെ ഒരു സ്റ്റാഫ് മരുന്ന് മറിച്ചു കൊടുത്തു. അതിൻ്റെ ചെറിയൊരു പ്രശ്നം. അത് ഒരുവിധം തീർത്തു. മുത്തശ്ശി എവിടെ? കിടന്നോ? ഇല്ല, ദേ എൻ്റെ അടുത്തുണ്ട്, കൊടുക്കാം. പിന്നെ അപ്പു, ആ കുട്ടി ഒരു പാവാണ്. ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ അവിടെ ജോലി ശരിയാക്കി നിന്റെ അടുത്തേക്ക് തന്നെ അയച്ചത്. നിന്റെ അടുത്താകുമ്പോൾ എനിക്കൊരു ധൈര്യ. അധികമൊന്നും വൈകില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ അവളെ ഇങ്ങ് കൊണ്ടുപോന്നോളാം. മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കിക്കോളണേ. ആ മുത്തശ്ശ, ഞാൻ ശ്രദ്ധിച്ചോളാം. അതാലോചിച്ച് മുത്തശ്ശൻ പേടിക്കേണ്ട. നീയാകുമ്പോൾ എനിക്കൊരു ധൈര്യ. ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാം. അവളിതേ തിരക്ക് കൂട്ടുന്നു. പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോഴേക്കും കാപ്പിക്കുള്ള വെള്ളം തിളച്ചു വന്നിരുന്നു. അവൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. മുത്തശ്ശി, എന്തൊക്കെയാ വിശേഷം? സുഖായിരിക്കുന്നോ? അവൻ ചോദിച്ചു. മുത്തശ്ശിക്ക് സുഖാ മോനെ. അപ്പു, നിനക്കോ? എനിക്കും സുഖാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ കാലുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അവൻ ചോദിച്ചു. അതു കേട്ട് അവരൊന്ന് മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ഇവിടെ സ്വന്തം രക്തത്തിൽ പിറന്ന പേരക്കുട്ടികൾ പോലും തന്നോടിങ്ങനെ ചോദിക്കാറില്ലെന്ന് അവരോർത്തു. നീ ഇങ്ങനെ വിളിക്കുമ്പോ ചോദിച്ചെന്ന് വെച്ച് എൻ്റെ കാലുവേദനയൊന്നും മാറില്ല കുട്ടിയെ. മുത്തശ്ശി നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ഒട്ടും കുറവില്ലേ മുത്തശ്ശി? അവർ പറഞ്ഞത് കേട്ട് അവന് വല്ലായ്മ തോന്നി. നമ്മുടെ ആശുപത്രിയിൽ പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ മരുന്നാ. അത് കുടിച്ചപ്പോൾ നല്ല ഭേദം തോന്നുന്നുണ്ട്. പിന്നെ കുട്ടി വന്നിട്ട് എന്തേലും കുടിച്ചോ? ഇല്ല, കാപ്പി വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുളിച്ചു വന്നാൽ രാസ്നാദി തലയിൽ തേക്കണില്ലേ? നീ ഇത് എന്തൊക്കെയാ ഭാനു ചോദിക്കുന്നേ? അവനെന്താ ചെറിയ കുട്ടിയാണോ? മുത്തശ്ശി ചോദിക്കുന്നത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. അവനെനിക്ക് ചെറിയ കുട്ടി തന്നെയാ. ലക്ഷ്മി പറ്റപ്പോൾ ആദ്യമായിട്ട് അവനെ ഈ കയ്യിലേക്കാ വെച്ചു തന്നേ. അവനെനിക്ക് ഇന്നും ചെറുത് തന്നെയാ. മുത്തശ്ശി തിരിച്ചും പറയുന്നുണ്ട്. അതു കേൾക്കെ അവന് സന്തോഷവും സങ്കടവും ഒരുമിച്ച് തോന്നി. അമ്മയെയും അച്ഛനെയും ഓർത്ത് അവൻ്റെ ഉള്ളം വിങ്ങുമ്പോഴും ആരുമല്ലാത്ത തന്നെ ഇവർ ഇത്രയധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. പറ കുട്ടിയെ, നീ രാസ്നാദി തേക്കണില്ലേ? മുത്തശ്ശി വീണ്ടും ചോദിച്ചു. ഉവ്വ് മുത്തശ്ശി, തേക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു അത് ശീലായിരിക്കുന്നു. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അത് നന്നായി. ഇല്ലിൽ നീരിറക്കം വരും. പിന്നെ ഗായുമോൾ എവിടെ അപ്പു? ഹാളിലുണ്ട്, ഞാൻ കൊടുക്കാം. മോനെ അപ്പു, പിന്നൊരു കാര്യം. അതൊരു പാവം കുട്ടിയാ. അതിനെ നോക്കിയേക്കണേ. അതിനെ അതിൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാ ഇവിടേക്ക് കൊണ്ടുവരാന്ന് വെച്ച ആ രാധയും മക്കളും വന്നിട്ടുണ്ട്. നിനക്കറിയാലോ അവരുടെ സ്വഭാവം. കുട്ടിക്ക് ഒരു സമാധാനം കൊടുക്കില്ല. പിന്നെ രാധയുടെ മൂത്ത മോനില്ലേ, അവന് പെൺകുട്ടികളെ കണ്ടാൽ അത്ര നല്ല സ്വഭാവമല്ല. എന്തായാലും അവര് പോകുന്നവരെ മോള് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. അവള് അവിടെ നിൽക്കുന്നു എന്ന് വെച്ച് എൻ്റെ മോന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മുത്തശ്ശി വാതിൽക്കലേക്ക് എത്തി നോക്കിക്കൊണ്ട് പതിയെ അവനോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. ഹാളിലേക്ക് നടക്കുമ്പോൾ അവൻ പറഞ്ഞു. ഹാളിൽ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അവനത് പറയുന്നത് കേട്ടാണ് തലയുയർത്തി നോക്കിയത്. മുത്തശ്ശിയ, നിന്റെ തരാൻ പറഞ്ഞു. പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവൾ അത് വേഗം കയ്യിൽ വാങ്ങി. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അടുക്കളയിലേക്ക് നടന്നു. മുത്തശ്ശി, അവൾ ഫോൺ കാതോട് ചേർത്തുകൊണ്ട് പതിയെ വിളിച്ചു. മോളെ, അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സ്വന്തം വീട് പോലെ തന്നെ കണ്ടാൽ മതി. രാധയും മക്കളും പോട്ടെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അതുവരെ മോള് അവിടെ തന്നെ നിൽക്ക്, മുത്തശ്ശി പറഞ്ഞു. അവൾ അതിനൊന്ന് മൂളി. പേടിക്കണ്ട, അവനൊരു പാവ. മറ്റുള്ളവർ നോക്കുന്നത് പോലെ ഒരു കണ്ണിൽ മോളെ അവൻ കാണില്ല.
അവന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം. മുത്തശ്ശി വീണ്ടും പറഞ്ഞു. മുത്തശ്ശനെല്ലാം പറഞ്ഞിരുന്നു മുത്തശ്ശി. എങ്കിലും ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാകുന്നത് പോലെ തോന്നുക. പറയുമ്പോൾ അവളുടെ സ്വരത്തിലെ വല്ലായ്മ മുത്തശ്ശിക്ക് മനസ്സിലായിരുന്നു. അടുക്കളയിലായിരുന്ന രാഹുലും കേൾക്കുന്നുണ്ടായിരുന്നു അവൾ പറയുന്നത്. അവളിപ്പോൾ നിൽക്കുന്ന ഇതേ അവസ്ഥയിലൂടെ ഒരിക്കൽ കടന്നു വന്നതുകൊണ്ടാകണം അവനും എന്തോ ഒരു വല്ലായ്മ തോന്നിയത്. ദേ നല്ല അടി വെച്ച് തരും കേട്ടോ. ഇനി ഇങ്ങനെ പറഞ്ഞാൽ നീ ഞങ്ങൾക്കൊരു ഭാരമാണോ? അല്ലെന്ന് മോൾക്കും അറിയുന്നതല്ലേ. പിന്നെന്താ, നല്ല കുട്ടിയായി സന്തോഷായിട്ടിരിക്കി കേട്ടോ. മുത്തശ്ശി പറഞ്ഞതും അവൾ വീണ്ടും ഒന്ന് മൂളി. നാളെ തന്നെ സ്കൂളിൽ പോയി തുടങ്ങല്ലേ? നാളെ മുതൽ പോയി തുടങ്ങണം. എന്നാ രാത്രി അധികം വൈകാതെ ഉറങ്ങിക്കോണം. വെറുതെ അതും ഇതും ചിന്തിച്ചോണ്ടിരിക്കരുത്, മുത്തശ്ശി വീണ്ടും പറഞ്ഞു. ഏതോ ലോകത്തിരുന്ന് അമ്മ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. മുത്തശ്ശൻ എവിടെ? അവിടെയില്ലേ മുത്തശ്ശി? ഉണ്ടല്ലോ, ദേ കൊടുക്കാം. പിന്നെ ഇനി അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ മടിക്കാതെ പറയണം കേട്ടല്ലോ. മുത്തശ്ശന് ഫോൺ കൊടുക്കുന്നതിന് മുൻപേ മുത്തശ്ശി വീണ്ടും പറഞ്ഞു. മുത്തശ്ശനും ഇതൊക്കെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം അവർ ഫോൺ വെച്ചു. ഫോൺ വെച്ചു കഴിഞ്ഞ് അവൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ നിന്നു. പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോണിലേക്കൊന്ന് നോക്കി. ചിരിച്ചു നിൽക്കുന്ന അവൻ്റെ തന്നെ ഒരു ഫോട്ടോയാണ് വാൾപേപ്പർ. നിഷ്കളങ്കമായി ചിരിക്കുന്ന അവൻ്റെ മുഖം. ആ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ വല്ലാത്തൊരു വാത്സല്യം തോന്നുന്നത് പോലെ. മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപോലെ പറയുന്നു ആളൊരു പാവമാണെന്ന്. ആയിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അവർ തന്നെ ഇങ്ങോട്ട് അയക്കില്ലല്ലോ. ദൈവമേ, ഇവിടെയെങ്കിലും എനിക്കൊരല്പം സമാധാനം തരണേ. ഇവിടൊന്നും പേടിച്ചോടേണ്ടി വരരുതേ. ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു പോയിരുന്നു അവൾ അപ്പോൾ. അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവൻ പുറം തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുകയാണ്. അവൾ അകത്തേക്ക് കടന്നില്ല, വാതിൽക്കൽ നിന്നതേയുള്ളൂ. പെട്ടെന്ന് എന്തോ എടുക്കാനായി തിരിഞ്ഞ അവൻ കാണുന്നത് വാതിൽക്കൽ നിൽക്കുന്നവളെയാണ്. എന്തേ? അത് ഫോൺ. അവന് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് ഹാളിലെ മേശപ്പുറത്ത് വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അപ്പോഴാണ് അവൻ പുറകിൽ നിന്നും വിളിച്ചത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഏതായാലും പോവല്ലേ, ദാ ഈ പ്ലേറ്റ് കൂടി കൊണ്ടുപോയിക്കോ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ ഒരു പ്ലേറ്റ് നീട്ടി. അവൾ അത് കയ്യിൽ വാങ്ങി. കായവറുത്തത് ആയിരുന്നു അതിൽ. അവൾ അതും കൊണ്ട് ഹാളിലേക്ക് നടന്നു. അവൾ പോയതിനു പിറകെ 2 ഗ്ലാസ്സിൽ കാപ്പിയുമായി അവനും ഹാളിലേക്ക് ചെന്നു. ഹാളിൽ അവളെ കാണുന്നില്ല. കായവറുത്തതിൻ്റെ പ്ലേറ്റ് മേശപ്പുറത്തുണ്ട്. അവൻ ഗ്ലാസും പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് നടന്നു. വിചാരിച്ചതുപോലെ തന്നെ ഉമ്മറത്തെ തൂണും ചാരി അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അവൻ അവൾക്കരികിലേക്ക് നടന്നു. കാപ്പി പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി അവൻ അവൾക്ക് നേരെ നീട്ടി. ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ അവൾ അത് കൈനീട്ടി വാങ്ങി. അവനൊന്നും പറയാതെ അകത്തേക്ക് നടന്നു. അതു കണ്ട് എന്തിനെന്നറിയാതെ അവളുടെ കണ്ണു നിറഞ്ഞു. സ്വൈര്യമായി ജീവിക്കുന്ന ഒരാളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വന്ന് താൻ ആ സമാധാനം നശിപ്പിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. എല്ലാവർക്കും താനൊരു ഭാരമാണ്. തനിക്ക് എന്തു ചെയ്യാൻ പറ്റും? തൻ്റെ ജീവിതം ഇങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം. അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി, സങ്കടം തോന്നി. അപ്പോഴാണ് അവൻ ഉമ്മറത്തേക്ക് തന്നെ വീണ്ടും വന്നത്. വരുമ്പോൾ കായവറുത്തതിൻ്റെ ആ പ്ലേറ്റ് കൂടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ അത് അവൾക്ക് മുൻപിലായി തിണ്ണയിൽ വെച്ച ശേഷം അതിനരികിലായി തിണ്ണമേൽ തന്നെ കയറിയിരുന്നു. എടുക്ക്, അവൻ അവളോട് പറഞ്ഞു. അതു കേട്ട് അവളൊന്നവനെ തലയുയർത്തി നോക്കി. പുറത്തേക്ക് നോക്കി ചൂടുള്ള കാപ്പി പതിയെ ഊതി കുടിക്കുന്നുണ്ട് അവൻ. ഇടയ്ക്ക് കായവറുത്തത് കഴിക്കുന്നുമുണ്ട്. അവളിൽ നിന്നും ഒരനക്കവുമില്ലെന്ന് കണ്ട് അവനൊന്നവളെ തിരിഞ്ഞു നോക്കി. 2 കണ്ണും നിറച്ചു നിൽപ്പുണ്ടവൾ. അവനാകെ വല്ലാതെയായി. എന്തു പറ്റി? കാപ്പിക്ക് ചൂടുണ്ടോ? ഞാൻ ചൂട് കുറച്ചിരുന്നല്ലോ, അവൻ പറഞ്ഞു. അതു കേട്ട് അവളുടെ സങ്കടം കൂടുകയാണ് ചെയ്തത്. ഇല്ല, ചൂടില്ല, പാകത്തിനേ ഉള്ളൂ. കണ്ണുകൾ വീണ്ടും നിറയുമെന്ന് തോന്നിയതും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. പിന്നെന്തു പറ്റി? 2 കണ്ണും നിറഞ്ഞിരുന്നല്ലോ, അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്നവനെ നോക്കി. എന്തു പറ്റിയെന്ന ഭാവത്തോടെ അവൻ പുരികം പൊക്കി. അത് ഞാൻ. അവളൊന്നവനെ നോക്കി. പറഞ്ഞോ. കാപ്പി തന്ന് അകത്തേക്ക് തന്നെ പോയപ്പോൾ ഞാൻ കരുതി ഞാൻ വന്നതിന് എന്നോട് ദേഷ്യമാണെന്ന്. എല്ലാവർക്കും ഞാനൊരു ഭാരമാണെന്ന് ഓർത്തപ്പോൾ.
പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതു കണ്ടതും അവന് വെല്ലായ്മ തോന്നി. അയ്യേ, താൻ ഇത്രയ്ക്കേ ഉള്ളോ? ഞാൻ ഈ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയതല്ലേ? അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ എന്ന ഭാവത്തിൽ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞു താനൊരു പാവമാണെന്ന്. പക്ഷേ ഇത്രയ്ക്കും പാവമാണെന്ന് കരുതിയില്ല. ഇങ്ങനെയാണെങ്കിൽ തനിക്ക് കരയാനേ നേരം കാണൂ. നേർത്തൊരു ചിരിയോടെ അവനത് പറയുമ്പോൾ അവളും അവനെ ഒന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. കാപ്പി കുടിക്കി, തണുത്തു പോകും. അവൻ പറഞ്ഞതും അവൾ പതിയെ ആ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. ശർക്കര ചേർത്ത ചൂടുള്ള കട്ടൻ കാപ്പി. അവൾക്കതിന് വല്ലാത്ത സ്വാദ് തോന്നി. തൊണ്ടയിലൂടെ ചൂടുള്ള കാപ്പി ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖം തോന്നി. നല്ല കാപ്പി. അവനെ നോക്കി അവൾ പറഞ്ഞു. ഇഷ്ടായോ? അവൻ ചോദിച്ചു. ഒരു ചിരിയോടെ തന്നെ അവൾ തലയാട്ടി. താൻ ഉച്ചയ്ക്കെന്തേലും കഴിച്ചിരുന്നോ? കാപ്പി കുടിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. കഴിച്ചിരുന്നു. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. അല്പസമയം കഴിഞ്ഞ് കാപ്പി കുടിച്ചു കഴിഞ്ഞതും അവൻ പതിയെ എഴുന്നേറ്റു. ആദ്യത്തെ മുറി താൻ യൂസ് ചെയ്തോ? റൂമിൽ തന്നെ ബാത്റൂമുണ്ട്. ഒന്ന് കുളിച്ചു വന്നാൽ തന്നെ പകുതി ക്ഷീണം മാറും. അപ്പോഴേക്കും ഞാൻ രാത്രിയിലേക്ക് എന്തേലും ഉണ്ടാക്കാം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് വാങ്ങി. വേണ്ട, ഇത് ഞാൻ കഴുകിക്കോളാം. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ ഒരു ചിരിയോടെ തന്നെ കൈ പിറകിലേക്ക് വലിച്ചു. അവൾ അവനെ കൗതുകത്തോടെ നോക്കി. ഇത് ഞാൻ ചെയ്തോളാം, താൻ പോയി ഫ്രഷ് ആയിക്കോ, അവൻ പറഞ്ഞു. വരുമ്പോൾ ആ പ്ലേറ്റ് കൂടി അകത്തേക്ക് എടുത്തേക്കണേ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ അവളോട് പറഞ്ഞു. എന്തിനെന്നറിയാതെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ സമയം. ആ ഒരു ചിരിയോടെ തന്നെ അവൾ പ്ലേറ്റുമെടുത്ത് അകത്തേക്ക് നടന്നു. അവൾ പ്ലേറ്റും കൊണ്ട് നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അവൻ ഗ്ലാസും കാപ്പി ഉണ്ടാക്കിയ പാത്രവുമെല്ലാം കഴുകുന്നുണ്ട്. പുറകിൽ ആളനക്കം അറിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി. പ്ലേറ്റും പിടിച്ച് വാതിൽക്കൽ അവൾ നിൽക്കുകയാണ്. ഇതെടുത്തു വെച്ചോളൂ, തണുത്തു പോകും, അവൾ പറഞ്ഞു. നിനക്ക് മതിയോ? അവൻ ചോദിച്ചതും അവളൊന്ന് തലയാട്ടി. എന്നാ എടുത്തു വെച്ചേക്കാം, വെറുതെ തണുത്തു പോകണ്ട. പിന്നെ ഒരു കാര്യം, ഇവിടെ നിൽക്കുമ്പോൾ ഇത് നിന്റെ കൂടി വീടാണ്. ഒന്നും എടുത്തു കഴിക്കാൻ മടിക്കേണ്ട. അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങുമ്പോൾ അവൻ പറഞ്ഞു. അവൾ അതിനുമൊന്ന് തലയാട്ടി. എന്നാ ചെന്ന് കുളിച്ചോ? ആദ്യം കാണുന്ന മുറി ഉപയോഗിച്ചോ? അവൻ വീണ്ടും പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിലൊരു ഭാഗത്ത് ബാഗ് ഇരിപ്പുണ്ട്. അവൾ അതും എടുത്ത് അവൻ പറഞ്ഞ മുറിയിലേക്ക് നടന്നു. അത്യാവശ്യം വലിപ്പവും സൗകര്യവുമുള്ള ചെറിയൊരു മുറിയാണ്. എല്ലാം അടുക്കോടെയും വൃത്തിയോടെയും വെച്ചിരുന്നു. അവൻ ഉപയോഗിച്ചിരുന്ന മുറിയായിരിക്കുമോ ഇനി ഇത്? ചിന്തിക്കാതിരിക്കാൻ അവൾക്കായില്ല. കാരണം ആ മുറി കണ്ടാൽ ഉപയോഗിക്കാത്തൊരു മുറിയാണെന്ന് തോന്നുകയേയില്ല. അവൾ ബാഗ് ഒരു ഭാഗത്ത് വെച്ച ശേഷം അതിൽ നിന്നും കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. തലയിലൂടെ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു സുഖം തോന്നി. യാത്ര ചെയ്തു വന്ന ക്ഷീണമെല്ലാം എങ്ങോ നീങ്ങിപ്പോയതുപോലെ. അവൾ വേഗം കുളിച്ചിറങ്ങി. മുട്ടറ്റം നീണ്ടുകിടക്കുന്ന മുടി ഉണങ്ങിയൊരു തുണി കൊണ്ട് ഒന്നാകെ എടുത്ത് കെട്ടിവെച്ചു. പിന്നെ വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്നു. അവൻ ജോലിയെല്ലാം ചെയ്ത് തീർക്കുമ്പോഴേക്കും ചെന്ന് അവനെ സഹായിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് കഴിച്ചാൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് അവൾക്കറിയാം. അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് ചോറിനുള്ള അരി കഴുകുന്നവനെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത മീൻ തണുപ്പ് പോകാനായി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിറകിൽ അവൾ വന്നു നിൽക്കുന്നത് അറിഞ്ഞ് അവനൊന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു. കുളിച്ചു വന്ന് തലയിലൊരു തുണിയെല്ലാം ചുറ്റിക്കെട്ടിയാണ് നിൽപ്പ്. ടോപ്പും പലാസോ പാൻറ്റുമാണ് വേഷം. യാതൊരു ചമയങ്ങളുമില്ലാതെ ഒരു പെണ്ണ്. തൻ്റെ കുളി കഴിഞ്ഞോ? യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം തോന്നുന്നുണ്ടെൽ കുറച്ചു നേരം കിടക്കായിരുന്നില്ലേ? അവൻ അരി കഴുകുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി ചോദിച്ചു. അവളൊന്ന് ചിരിച്ചു. കുളിച്ചപ്പോൾ തന്നെ ക്ഷീണം മാറി. പറഞ്ഞുകൊണ്ട് മീനൊന്ന് തൊട്ടുനോക്കി. തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. അവിടെ കാണുന്നിടത്ത് തന്നെ കത്തിയിരിപ്പുണ്ട്. അവൾ അതും വേറൊരു പാത്രവും കൂടി എടുത്ത് അടുക്കളപ്പടിയിലേക്കിരുന്നു. മേലൊന്നും മീൻവെള്ളം തെറിക്കാതെ പതിയെ ശ്രദ്ധിച്ചാണ് മീൻ മുറിക്കുന്നത്. അവനൊന്ന് അവളെ നോക്കി. എന്തിനെന്നറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൾ മീൻ മുറിച്ച് കഴുകിയെടുത്ത് വരുമ്പോഴേക്കും അവൻ കറിയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നന്നാക്കി അരിഞ്ഞു വെച്ചിരുന്നു. വേവ് കുറഞ്ഞ അരിയായതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ചോറ് പാകത്തിന് വെന്തിരുന്നു.
അവൻ അത് വേവ് നോക്കി വെള്ളം പോകാനായി വാർത്തു കുത്തി. അവളൊരു കൗതുകത്തോടെ നോക്കി നിന്നുപോയി. എല്ലാം ചെയ്ത് ശീലമുള്ളതുപോലെ അത്രമേൽ കൈവഴക്കത്തോടെയാണ് അവൻ ഓരോന്നും ചെയ്യുന്നത്. 2 മീൻ പൊരിച്ചേക്കാം അല്ലേ? പറഞ്ഞുകൊണ്ട് അവൻ മീനിന്റെ അടുത്തേക്ക് ചെന്നു. ഇനി ഞാൻ ചെയ്തോളാം. ഏട്ടൻ ഇത്രയും ചെയ്തില്ലേ? കുറച്ചു നേരം അവിടെ പോയി ഇരുന്നോളൂ, അവൾ പറഞ്ഞു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. എടോ, എന്നും ഞാൻ തന്നെയാ ഇതൊക്കെ ചെയ്യാറ്. എനിക്കിതൊക്കെ ശീലായി, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അതു കേട്ട് അവളൊന്ന് ചിരിച്ചു. സാരില്ല, ഇന്ന് ഞാൻ ചെയ്യാം, അവൾ പറഞ്ഞതും അവനൊന്ന് അവളെ നോക്കി. ശരി, എങ്കിൽ താൻ ചെയ്തോ. അല്ലെങ്കിലും ഞാൻ തന്നെ വെച്ച കറി കൂട്ടി കഴിച്ചു മടുത്തു. നോക്കട്ടെ തൻ്റെ കറി കൊള്ളാമോന്ന്. അതുകൊണ്ട് മാത്രം താൻ ചെയ്തോ. അല്ലാതെ തന്നെക്കൊണ്ട് ജോലി എടുപ്പിക്കുകയാണെന്ന് കരുതണ്ട കേട്ടോ. അവനൊരു കളിയോടെ തന്നെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. വലിയ രുചിയൊന്നും പ്രതീക്ഷിക്കരുത്, എങ്കിലും വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമെന്ന് കരുതുന്നു. അവളും അവൻ പറഞ്ഞതുപോലെ തന്നെ നേർത്തൊരു ചിരിയോടെ പറഞ്ഞതും അറിയാതെ അവനും ചിരിച്ചുപോയി. വേണ്ടതെല്ലാം അവിടെ തന്നെയുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. എന്നാ ഞാൻ അങ്ങോട്ട്. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അവൻ TV ഓൺ ചെയ്ത് ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. ചാനലുകൾ മാറ്റി മാറ്റി അവസാനം ഒരു ന്യൂസ് ചാനൽ വെച്ചു. ഫോൺ നോക്കിയപ്പോൾ ചാർജ് കുറവാണ്. അവൻ ചെന്ന് ഫോൺ ചാർജിലിട്ട ശേഷം വീണ്ടും ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നു. അടുക്കളയിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞതും നല്ല പൊരിച്ച മീനിന്റെ മണം അവിടെ ഒന്നാകെ പരന്നു. അതിന് പിന്നാലെ കറിയിലേക്ക് കടുകിന്റെയും ചെറിയുള്ളിയുടെയും വറവ് കൂടി ഒഴിച്ചതും ഒരു പ്രത്യേക കൊതിയൂറുന്ന മണം അവിടെ നിറഞ്ഞു. അധികം വൈകാതെ ചോറും കറിയും അവൾ ഹാളിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചതും രാഹുൽ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്ക് പിറകെ അടുക്കളയിലേക്ക് നടന്നു. പൊരിച്ച മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു അവൾ. അവൻ നേരെ ചെന്ന് 2 പ്ലേറ്റ് കഴുകിയെടുത്തു. ഞാൻ പിന്നെ കഴിച്ചോളാം, അവൻ 2 പ്ലേറ്റ് എടുക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. അതെന്താ പിന്നെ? ഇനി എപ്പോഴാ? സമയമായല്ലോ, അവൻ അവളെ നോക്കി ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ നിൽക്കുന്ന അവളെ കണ്ട് അവനൊന്ന് ചിരിച്ചു. ഞാൻ കഴിച്ചിട്ട് കഴിക്കാമെന്നാണെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും വേണ്ട. ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ ആരും ആരേക്കാളും വലുതോ ചെറുതോ അല്ല. എപ്പോഴും ഒരുമിച്ച് കഴിക്കണമെന്നല്ല. ചിലപ്പോൾ തനിക്ക് ഞാൻ കഴിക്കുന്നതിന് മുൻപേ വിശന്നെന്നിരിക്കും. അപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ എന്നെ കാത്തു നിൽക്കാനോ ഞാൻ കഴിച്ചു കഴിയുന്നത് വരെ കാത്തു നിൽക്കാനോ നിൽക്കരുത്. എപ്പോ വിശക്കുന്നോ അപ്പോൾ എടുത്ത് കഴിച്ചോണം, കേട്ടല്ലോ. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നി. അത്താഴം കഴിക്കുന്നതിന് മുൻപേ മനസ്സും വയറും നിറഞ്ഞതുപോലെ. വീട്ടിലാകുമ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവളെ അവളൊന്ന് ഓർത്തു നോക്കി. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് നേരാ, ഒരു പാവമാണ്. അവളിലൊരു ചിരി വിരിഞ്ഞു. എന്താ ആലോചിച്ച് നിൽക്കുക? ഈ പ്ലേറ്റ് അവിടേക്ക് വെച്ചോ, വെള്ളം ഞാനെടുക്കാം. അവളുടെ കയ്യിലേക്ക് പ്ലേറ്റ് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അതും കൊണ്ട് പതിയെ ഹാളിലേക്ക് നടന്നു. അവൻ വെള്ളവും ഗ്ലാസുമായി വരുമ്പോഴേക്കും അവൾ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി തുടങ്ങിയിരുന്നു. ഇതാർക്കാ ഇത്രയധികം ചോറ്? ഇത് മുഴുവൻ താൻ കഴിക്കുവോ? അവൾക്ക് വേണ്ടി വിളമ്പിയ ചോറ് കണ്ട് അവൻ ചോദിച്ചു. അതുകേട്ട് അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. ഇതിലും കൂടുതൽ ഒരു കോഴിക്കുട്ടി കഴിക്കല്ലോ, അവൻ പറഞ്ഞു. അത്രയും കുറച്ചായിരുന്നു അവൾ എടുത്തിരുന്നത്. ഇത് മതി, ഇത്രേ കഴിക്കാൻ പറ്റൂ. കൂടുതൽ എടുത്തിട്ട് വെറുതെ കളയുന്നതിലും നല്ലതല്ലേ, അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് അവളെ നോക്കി. വെറുതെയല്ല ആള് വലിപ്പം വെക്കാത്തത്, അവൻ ചിന്തിക്കാതിരുന്നില്ല. പറഞ്ഞതൊക്കെ ശരി തന്നെ, എന്നാലും ഇത് വളരെ കുറച്ചല്ലേ? ഇത് തന്നെ അധികമാണ്. അടുക്കളയിൽ ഭക്ഷണമുണ്ടായിട്ടും പട്ടിണി കിടന്നത് അവൾ ഓർത്തു. ഒരു വറ്റിനു വേണ്ടി കൊതിച്ചിരുന്നത്. അമ്മ പോയതിൽ പിന്നെയാണ് പട്ടിണി എന്തെന്ന് അറിഞ്ഞത്. അതുവരെയും അമ്മ തന്നെ വിശപ്പറിയിച്ചിട്ടില്ല. അന്യന്റെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്തും അമ്മ തന്നെ പോറ്റി. അമ്മയെ ഓർമ്മ വന്നതും അവളുടെ നെഞ്ചു പിടഞ്ഞു, കണ്ണുകൾ നീറുന്നതുപോലെ. താൻ ആള് കൊള്ളാലോ, എന്തൊരു ടേസ്റ്റാ കറിക്കും പൊരിച്ചതിനും. പെട്ടെന്ന് അവന്റെ സ്വരം കാതിൽ കേട്ടതും അവളൊന്ന് ഞെട്ടി തലയുയർത്തി. എന്താടോ, എന്തുപറ്റി? എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ചോദിച്ചു. അത് ഞാൻ പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നപ്പോ, അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് നെടുവീർപ്പിട്ടു. അവനും അവൻ്റെ അമ്മയെയും അച്ഛനെയും ഓർമ്മ വന്നു.
അവനും ഒരു വേദന തോന്നി. സാരമില്ല, കഴിക്കി പറഞ്ഞുകൊണ്ട് അവളുടെ പ്ലേറ്റിലേക്ക് അവനൊരു തവി ചോറുകൂടി ഇട്ടുകൊടുത്തു. അയ്യോ വേണ്ട, മതി, കഴിക്കി അതുമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞും അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവളൊന്ന് തലയുയർത്തി നോക്കി. അവൻ പ്ലേറ്റിലേക്ക് നോക്കി തന്നെ കഴിക്കുകയാണ്. ആർക്കോ വേണ്ടിയെന്ന പോലെ മുൻപിൽ TV ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേ, അവൾ പതിയെ അവനെ വിളിച്ചു. എന്തേ? അവനൊന്ന് തലയുയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നേരത്തെ പറഞ്ഞത് സത്യാണോ? കറി ഇഷ്ടായോ? ശരിക്കും രസമുണ്ടോ? അവൾ ചോദിക്കുന്നത് കേട്ട് അവന് ചിരി വന്നുപോയി. കാര്യം നന്നായിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നീ തന്നെ ഇവിടത്തെ പാചകം ഏറ്റെടുക്കേണ്ടി വരും. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ചുമ്മാ പറഞ്ഞതാ, കറി ടേസ്റ്റുണ്ട് എന്നുവെച്ച് അടുക്കളപ്പണി മൊത്തം നിന്നെക്കൊണ്ട് എടുപ്പിക്കില്ല, പോരെ? അവൻ പറഞ്ഞു. എടുപ്പിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. പിന്നെ അല്പനേരം അവർ രണ്ടുപേരുടെയും ശ്രദ്ധ TV-യിലേക്ക് പോയി. വെട്ടം സിനിമയാണ്. അതിലേക്ക് നോക്കിയിരുന്നാൽ കുറച്ചു നേരത്തേക്കെങ്കിലും വേറെ ഏതോ ലോകത്തെത്തുന്നത് പോലെ. കഴിച്ചു കഴിയുന്നത് അറിയുന്നില്ല. നിന്നെ ആരാ ഇതെല്ലാം പഠിപ്പിച്ചേ? കുറച്ചു നേരം കഴിഞ്ഞതും അവൻ ചോദിച്ചു. അവളൊന്ന് അവനെ നോക്കി. അല്ല, എത്ര നന്നായിട്ടാ നീ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ? ഞാൻ എത്ര തല കുത്തി നിന്ന് നോക്കിയാലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഇതിൽ എന്തെങ്കിലും വേറെ കൂട്ടുചേർത്തോ? അതിന് ഇവിടുന്ന് വേറെ എന്ത് കൂട്ടുചേർക്കാനാ അല്ലേ? ഈ കൈപുണ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. അവൻ തന്നെ എന്തൊക്കെയോ ചോദിക്കുകയും അതിനുത്തരം എന്നോണം എന്തൊക്കെയോ പറയുകയും ചെയ്തു. അമ്മയാണ് എന്നെ എല്ലാം പഠിപ്പിച്ചേ. പിന്നെ അമ്മ പോയപ്പോൾ അതിനുശേഷം ആ വീട്ടിലെ എല്ലാ പണിയും എടുത്തിരുന്നത് ഞാനാ. അമ്മായി കൈനീട്ടി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കില്ലായിരുന്നു. എല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. അമ്മാവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഒന്നും ചെയ്യേണ്ടെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടതാണ്. എല്ലാ പണിയും എടുത്ത് മടുക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പൊക്കോളുമെന്ന്. അങ്ങനെ അവർക്ക് വെച്ചുണ്ടാക്കി എങ്ങനെയോ വന്നതായിരിക്കും ഈ പറഞ്ഞ കൈപുണ്യം. ആദ്യം പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. എന്നാൽ അവസാനത്തെ വാചകം പറയുമ്പോൾ അവൾ അവനെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചു. അവനെന്തോ വല്ലാതെയായി. ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നിപ്പോയി. എനിക്കിതൊക്കെ ശീലായി. അച്ഛനെ കണ്ട ഓർമ്മയില്ല. ഓർമ്മ വെച്ചപ്പോൾ മുതൽ അമ്മാവൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് എല്ലാം കണ്ടും കേട്ടും മനസ്സാകെ മരവിച്ചു കിടക്കുക. പക്ഷേ അമ്മ പോയപ്പോൾ എനിക്കാകെ. ബാക്കി പറയാതെ അവൾ തല കുനിച്ചു കളഞ്ഞു. അവൾ കരയുകയാണ്. അതിൻ്റെ ഫലമെന്നോണം കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ മേശപ്പുറത്ത് വന്നു വീഴുന്നുണ്ട്. അവനൊന്നും പറഞ്ഞില്ല. എന്തു പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. മതി കരഞ്ഞത്. ഒത്തിരി കരഞ്ഞില്ലേ? ഇനി വേണ്ട. അന്നത്തിൻ്റെ മുൻപിലിരുന്ന് കരയുന്നത് ശരിയല്ല. കഴിക്കാൻ നോക്ക്. അല്പനേരം കഴിഞ്ഞതും അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ പ്ലേറ്റുമെടുത്ത് പതിയെ എഴുന്നേറ്റു. അവൻ അവളെയും പ്ലേറ്റിലേക്കും ഒന്ന് നോക്കി. ചോറും മീനുമെല്ലാം ഇനിയും അതേപോലെ ഇരിപ്പുണ്ട്. കഴിച്ചുകൊണ്ടിരുന്നവളാണ്. അതിനിടയിൽ ഓരോന്ന് പറഞ്ഞ് മനസ്സ് വേദനിച്ചതുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. വിശപ്പും മാറിയിട്ടുണ്ടാകില്ല. എവിടേക്കാ എഴുന്നേൽക്കുന്നേ? അവിടെ ഇരുന്ന് അത് മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ച പ്ലേറ്റും ഗ്ലാസും എടുത്ത് എഴുന്നേറ്റു. അവൻ്റെ ആ പറച്ചിലിൽ എന്തോ ഒരു മാറ്റമുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. പതിയെ കഴിച്ചു തുടങ്ങി. അടുക്കളയിൽ വേറെ പാത്രങ്ങളൊന്നും കഴുകാൻ ഉണ്ടായിരുന്നില്ല. അവൾ കഴുകി വെച്ചിട്ടുണ്ടാവുമെന്ന് അവന് തോന്നി. അവൻ കഴിച്ച പ്ലേറ്റും ഗ്ലാസും കഴുകി വെച്ച ശേഷം ഹാളിലേക്ക് വന്നു. ചാർജിലിട്ടിരുന്ന ഫോണും എടുത്ത് സോഫയിലേക്ക് ഇരിക്കുമ്പോൾ അവളെ ഒന്ന് നോക്കി. എന്തൊക്കെയോ കൊത്തിക്കൊറിക്കുന്നുണ്ട്, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ. ഒരേ സമയം അവൻ അവളോട് അലിവും വാത്സല്യവും തോന്നി. TV കണ്ടുകൊണ്ട് തന്നെ അവൾ കഴിച്ചു. സെറ്റിയിലിരുന്ന് TV കാണുന്ന അവനെ ഇടയ്ക്ക് അവൾ നോക്കിക്കൊണ്ടിരുന്നു. എന്തിനെന്നറിയാതെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഹൃദയത്തിലൊരു തണുപ്പ് പടരുന്നത് പോലെ. കഴിച്ചു കഴിഞ്ഞ് പാത്രവും എടുത്ത് അവൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ അവനൊന്ന് കണ്ണുകൾ അവളിലേക്ക് നീക്കി. പിന്നെ വീണ്ടും TV-യിലേക്ക് തന്നെ നോട്ടം തിരിച്ചു. പാത്രമെല്ലാം കഴുകി വെച്ച് അവൾ ഹാളിലേക്ക് തന്നെ വന്നു. മേശപ്പുറമെല്ലാം തുടച്ച് വൃത്തിയാക്കി അടുക്കളയിലേക്ക് തന്നെ ചെന്നു.
എല്ലാം കഴിഞ്ഞ് അവൾ ഹാളിലേക്ക് വന്ന് ടി വിയിലേക്ക് നോക്കി വെറുതെ ചുമര് ചാരി നിന്നു. നാളെ ജോലിക്ക് കയറുന്നുണ്ടോ? അവൻ ചോദിച്ചു. നാളെ കയറണം. എത്ര മണിക്ക് എത്തണം? 9:30 എത്തണം. നാളെ പിന്നെ ആദ്യ ദിവസമായോണ്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാലോന്ന് ചിന്തിക്കുക. ആ, അത് നന്നായി. അപ്പോൾ വൈകിട്ടോ? വൈകിട്ട് 3:30 വരെ. ഉറക്കം വരുന്നുണ്ടേൽ ചെന്ന് കിടന്നോ. പിന്നെ ബെഡ്ഷീറ്റ് നല്ലതാണ്, ഒന്ന് തട്ടിക്കുടഞ്ഞാൽ മതി. ഇനി അത് പോരെങ്കിൽ വേറെ തരാം. വേണ്ട, അത് മതി. പിന്നെ 2 ബെഡ്ഷീറ്റ് എൻ്റെ ബാഗിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. അവനൊരു നേർത്ത ചിരിയോടെ പറഞ്ഞതും അവളും അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ കയറി വാതിലടച്ചു. അടഞ്ഞുകിടക്കുന്ന ആ വാതിലിലേക്ക് നോക്കി അവനൊന്ന് വെറുതെ നിശ്വസിച്ചു. കുറച്ചു നേരം കൂടി ടി വി കണ്ടിരുന്നു. ഫോണിൽ നോക്കിയും അവൻ ഹാളിലിരുന്നു. പിന്നെ ഉറക്കം വന്നു തുടങ്ങിയതും അവൻ എഴുന്നേറ്റ് ചെന്ന് ടി വി ഓഫാക്കി. അടുക്കളയിലെയും ഉമ്മറത്തെയും വാതിലടച്ചെന്ന് ഉറപ്പുവരുത്തി അവൻ മുറിയിലേക്ക് കയറി. വാതിൽ ലോക്ക് ചെയ്തില്ല, വെറുതെ ചാരി വെച്ചതേയുള്ളൂ. ബെഡിൽ വന്ന് കിടന്നതും അവൻ്റെ കണ്ണുകൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അവളും അന്ന് വേഗം ഉറങ്ങിപ്പോയിരുന്നു. യാത്ര ചെയ്ത ക്ഷീണമുണ്ട്. അതിനേക്കാളുപരി ഏറെ ദിവസങ്ങൾക്ക് ശേഷം അന്നാണ് വല്ലാത്തൊരു സമാധാനം തോന്നുന്നത്, ആശ്വാസം തോന്നുന്നത്, ആരെയും പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇന്ന് തൻ്റെ ഉള്ളിൽ തോന്നുന്ന ഈ സമാധാനവും ധൈര്യവും ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കപ്പോൾ. രാവിലെ കൃത്യം 4:30 മണിയായപ്പോൾ തന്നെ അവൾ ഉണർന്നു. വീട്ടിലാകുമ്പോൾ എന്നും ആ സമയത്ത് എഴുന്നേറ്റ് ശീലമായിരിക്കുന്നു. പിന്നീട് കിടക്കാൻ തോന്നിയില്ല. ഒന്ന് കൈയും മുഖവും എല്ലാം കഴുകി ഫ്രഷായ ശേഷം അടുക്കളയിലേക്ക് നടന്നു. ഫോണിലെ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അടുക്കളയിലേക്ക് പോകുമ്പോൾ കണ്ടിരുന്നു അവന്റെ മുറിയുടെ വാതിൽ 1/4 ഭാഗം ചാരിയിട്ടിരിക്കുന്നത്. അവൾ നേരെ ചെന്ന് അടുക്കളയിലെ ലൈറ്റ് ഓൺ ചെയ്തു. പുറത്ത് വെളിച്ചം വന്നു തുടങ്ങിയിട്ടില്ല, നല്ല തണുപ്പുമുണ്ട്. അവൾ ചായ ഉണ്ടാക്കാൻ ചായപ്പൊടി നോക്കി. അവിടെയെങ്ങും കണ്ടില്ല. കാപ്പിപ്പൊടി മാത്രമേ കണ്ടുള്ളൂ. കാപ്പിയായിരിക്കും ആൾക്ക് ഇഷ്ടമെന്ന് അവൾ ഓർത്തു. അവൾ വേഗം ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ചേർത്തത്. അതൊരിറക്ക് കുടിച്ചപ്പോൾ തന്നെ തണുപ്പിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പിന്നെ കാപ്പി ഉണ്ടാക്കിയ പാത്രവും ഗ്ലാസും കഴുകിയ ശേഷം അവൻ കിടക്കുന്ന മുറിയൊഴിച്ച് ബാക്കി എല്ലായിടവും അടിച്ചുവാരി തുടച്ചു. ഇന്നലെ രാത്രി മീൻ മുറിക്കുമ്പോൾ കണ്ടിരുന്നു ചൂലും തുടയ്ക്കുന്ന മോപ്പും വെച്ചിരിക്കുന്ന സ്ഥലം. അടിച്ചുവാരി തുടച്ചു കഴിഞ്ഞതും അവൾ ചെന്ന് കുളിച്ചു വന്നു. സമയം 5:30 മണിയാകുന്നതേയുള്ളൂ. അവൻ എഴുന്നേറ്റിട്ടില്ല. അടുക്കളയിൽ ഒന്ന് നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ പുട്ടിനുള്ള പൊടി കണ്ടു. 2 പേർക്ക് വേണ്ട പൊടി മാത്രം എടുത്ത് അവൾ പുട്ടുണ്ടാക്കി തുടങ്ങി പതിയെ പാചകത്തിലേക്ക് കടന്നു. രാഹുൽ എഴുന്നേറ്റിട്ടും അല്പസമയം അങ്ങനെ തന്നെ കിടന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഉമ്മറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടത്. രാഹുൽ ഒന്ന് നിന്നു. ഒരു നിമിഷം വേണ്ടി വന്നു അവന് കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ. പിന്നെ ഒരു ചിരിയോടെ അവൻ പുറത്തേക്ക് നടന്നു. മുറ്റം അടിച്ചു വാരാൻ വേണ്ടി ചൂലെടുക്കാൻ പോകുമ്പോഴാണ് മുറ്റമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഈ പെണ്ണ് ഇത് എപ്പോൾ ചെയ്തു ആവോ? അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു. പല്ലു തേച്ച് അവൻ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. തലയിൽ തോർത്ത് ചുറ്റി നിൽക്കുന്നുണ്ട് അവൾ. അതിൽ നിന്നും തന്നെ അവളുടെ കുളി കഴിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഗുഡ് മോർണിംഗ്. താൻ എപ്പോൾ എഴുന്നേറ്റു? ഉറക്കമൊക്കെ ശരിയായിരുന്നോ? അവൻ ചോദിച്ചത് കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഉവ്വ്, നന്നായി ഉറങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അത് അവൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. കാപ്പി പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഗ്ലാസ്സിലേക്ക് കാപ്പി ഒഴിച്ച് അവന് നേരെ നീട്ടി. അവനൊരു ചിരിയോടെ തന്നെ അത് വാങ്ങി. ആ, ഇത് നല്ല പരിപാടിയാ, കൊള്ളാം. അവനൊരു ചിരിയോടെ പറഞ്ഞതെന്തെന്ന് മനസ്സിലാകാത്തതുപോലെ അവളൊന്ന് അവനെ നോക്കി. അല്ല, ഈ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒന്നും അറിയാതെ ഒരു ഗ്ലാസ് കാപ്പി കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമല്ലേ? തനിക്കല്ല, എനിക്ക്. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചു. ചായക്കെന്താ ഉണ്ടാക്കുക? ആ പാത്രത്തിൽ പുട്ടിനുള്ള പൊടി കാണും, ഞാൻ ഉണ്ടാക്കാം. പറഞ്ഞുകൊണ്ട് അവൻ അരിപ്പൊടി എടുക്കാൻ പോയതും അവൾ മുന്നിലുള്ള പാത്രം തുറന്നു കാണിച്ചു. അതിൽ ആവി പറക്കുന്ന നല്ല ചൂടുള്ള പുട്ട് കണ്ട് അവനൊന്ന് അവളെ കണ്ണുവിടർത്തി നോക്കി.
ഇതൊക്കെ എപ്പോ? ചോദിക്കുമ്പോഴാണ് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറിന്റെ ചെമ്പ് കണ്ടത്. അവൻ അവിടേക്ക് ചെന്ന് പാത്രങ്ങൾ ഓരോന്നും തുറന്നു നോക്കി. ഒന്നിൽ നല്ല തേങ്ങ വറുത്തരച്ച സാമ്പാർ, മറ്റൊന്നിൽ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ വേറൊരു പ്ലേറ്റിൽ ചമ്മന്തി പൊടിക്കാനായി തേങ്ങ ചിരവി വെച്ചിരിക്കുന്നു. പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്. അവൻ സാമ്പാറും ഉപ്പേരിയും അല്പം എടുത്ത് രുചിച്ചു നോക്കി. രണ്ടിനും ഒടുക്കത്തെ രുചിയായിരുന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇതൊക്കെ എപ്പോ ഉണ്ടാക്കി? താനപ്പോ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? അവൻ അവളോട് ചോദിച്ചു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലാകുമ്പോഴും ഈ സമയമാകുമ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് വേണ്ടേ ജോലിക്ക് പോകാൻ? ശരിക്കും പറഞ്ഞാൽ എന്നും ചെയ്യുന്ന പണിയുടെ ഒരല്പം പോലും ഇന്ന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ അലിവോടെ നോക്കി. അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ എത്രമാത്രം അനുഭവിച്ചു കാണുമെന്ന്. താൻ ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യേണ്ടിയിരുന്നില്ല. ഇതിനിടയിൽ മുറ്റവും അടിച്ചുവാരി വീടിനകവും അടിച്ചുവാരി തുടച്ചല്ലേ. എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാനും സഹായിക്കാൻ കൂടിയേനെ. ഓ, ഇതൊന്നും അത്ര വലിയ പണിയല്ലെന്നേ. ഇതിലും എത്രയോ പണി ഞാൻ എടുത്തിരിക്കുന്നു. പിന്നെ ഏട്ടന്റെ മുറി മാത്രം അടിച്ചുവാരി തുടച്ചില്ല. ഉറങ്ങുന്ന ആളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി. ഈ ചമ്മന്തി കൂടിയായാൽ പണി കഴിഞ്ഞു, എന്നിട്ട് ചെയ്യാം. അവൾ അങ്ങനെയാണ് പറഞ്ഞത്, ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടല്ല. എന്തോ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മുറിയിലേക്ക് കയറി ചെല്ലാൻ അവൾക്ക് മടി തോന്നിയിട്ടാണ്. അത് അവൾ പറഞ്ഞില്ലെങ്കിലും അവന് മനസ്സിലായിരുന്നു. വേണ്ട, ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ അടിച്ചുവാരി തുടയ്ക്കുന്നതാണ്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അതിനു മാത്രം പൊടിയൊന്നും കാണില്ല. പിന്നെ നീ ഇവിടെ വന്നത് ഇവിടത്തെ ജോലിക്കാരിയായിട്ടല്ല, അത് ഓർമ്മ വേണം. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പപ്പടമുണ്ട്, സാമ്പാറും. ഏയ്, അതൊന്നും വേണ്ട. ഇന്നലത്തെ മീൻകറിയില്ലേ, അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പുട്ടും തലേന്നത്തെ മീൻകറിയും, അതിനൊരു പ്രത്യേക ടേസ്റ്റാ. അതിൻ്റെ അടുത്ത് വേറൊന്നും എത്തില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫ്രിഡ്ജിനടുത്തേക്ക് നടക്കാനൊരുങ്ങി. അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഇത് എന്തൊക്കെയാ ഈ ഇത്തിരി സമയം കൊണ്ട് ചെയ്തത്? സത്യം പറ, നീ എത്ര മണിക്ക് എഴുന്നേറ്റു? അവൻ അവളോട് കണ്ണുരുട്ടി ചോദിച്ചു. 4:30. 4:30ക്കോ? എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്? അത് ഞാൻ അവിടെ വീട്ടിലാകുമ്പോൾ. മതി, ഇനി ആ വീടിൻ്റെ കാര്യം പറയണ്ട. അവിടെയാകുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അതൊന്നും വേണ്ട. നാളെ മുതൽ ഇനി തണുപ്പത്ത് എണീറ്റ് പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. നേരം വെളുത്ത് സാവധാനം എഴുന്നേറ്റാൽ മതി. പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ ഒരു അധികാരഭാവമുണ്ടോ എന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. അവളൊരു മൂളലോടെ തലയാട്ടി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ്റെ മുറിയിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും മേശപ്പുറത്ത് ചായയ്ക്ക് ഉള്ളതെല്ലാം റെഡിയായിരുന്നു. നീ കഴിച്ചോ? ഇല്ല. എന്നാൽ വാ, ഇരിക്കി പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ പ്ലേറ്റ് എടുത്ത് വെച്ചു കൊടുത്തു. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ കസേരയിലേക്കിരുന്നു. തനിക്ക് പോകാനായോ? അവൻ ചോദിച്ചപ്പോഴാണ് അവൾ ക്ലോക്കിലേക്ക് നോക്കുന്നത്. സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, സമയം ഇത്രയൊക്കെ ആയോ? പറഞ്ഞുകൊണ്ട് അവൾ വേഗം കഴിച്ച് എഴുന്നേറ്റു. അടുക്കളയിലേക്ക് ചെന്ന് പാത്രമെല്ലാം കഴുകി വെച്ച് മുറിയിലേക്ക് വന്നു. രാഹുൽ അപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടഞ്ഞ വാതിലിലേക്ക് അവനൊന്ന് വെറുതെ നോക്കി. കഴിച്ചു കഴിഞ്ഞതും അവൻ തന്നെ അവൻ്റെ പാത്രമെല്ലാം കൊണ്ടുപോയി കഴുകി വെച്ചു. തിരിച്ചു വരുമ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങിയത്. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊന്ന് അവളിൽ തന്നെ ഉടക്കിപ്പോയി. ഒരു കരിഞ്ഞ നീല സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. സാരി ഉടുത്തപ്പോൾ അവൾ ഇത്തിരി കൂടി വലിപ്പം വെച്ചതുപോലെ. അവളുടെ ശരീരത്തോട് ചേർന്നു കിടക്കുന്ന ആ സാരിക്ക് പോലും വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. ഇതാര്? സാരിയൊക്കെ ഉടുത്തപ്പോഴേക്കും ആളാകെ മാറിപ്പോയല്ലോ. അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ നോക്കി. കൊള്ളാമോ? അവൾ ചോദിച്ചതും അവനൊന്ന് അവളെ അടിമുടി നോക്കി. എന്നിട്ട് കൈകൾ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. ആദ്യ ദിവസം ആയതുകൊണ്ട് സാരി ഉടുക്കാന്ന് വെച്ചു. ചുരിദാർ ഇടുമ്പോൾ ഞാൻ തീരെ വലിപ്പമില്ലാത്തതുപോലെ. കുഞ്ഞു കുട്ടികളുടെ ഭാവത്തോടെ അവൾ പറയുമ്പോൾ അവന് ചിരി വന്നുപോയി. ആ, അത് ശരിയാ. ചുരിദാർ ആയിരുന്നെങ്കിൽ അവിടെ പഠിക്കുന്നവരുടെ ചേച്ചിയാണെന്ന് പറഞ്ഞേനെ. അവൻ അവളെ കളിയാക്കി പറഞ്ഞതും അവൾ അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ചു നോക്കി. ഞാൻ ചുമ്മാ പറഞ്ഞതാ. കൊള്ളാം, നന്നായിട്ടുണ്ട്.
അവൻ കാര്യമായി പറഞ്ഞതും അവളുടെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിൽ ഒരു ചിരി മിന്നി. വെള്ളം ദേ എടുത്തു വെച്ചിട്ടുണ്ട്. അവന്റെ വെള്ളക്കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അവൾ. അത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊന്ന് തലയാട്ടി. ഏട്ടൻ ചോറ് കൊണ്ടുപോകാറില്ലേ? ചോദിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇടയ്ക്ക് കൊണ്ടുപോകും, ഇടയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കും. എന്തേ? എല്ലാം പാത്രം എടുത്തു തന്നിരുന്നേൽ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും എടുത്തു വെക്കാമായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ നോക്കി, എങ്ങും കണ്ടില്ല. അവൾ അത് പറഞ്ഞതും അവൻ അവളെ സ്നേഹത്തോടെ നോക്കി. എന്താണെന്നറിയില്ല, അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി ആ സമയം. അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ. അവന് തോന്നാതിരുന്നില്ല. അവിടെ തന്നെയുണ്ട്, ഞാൻ എടുത്തു തരാം പറഞ്ഞുകൊണ്ട് അവൻ കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഒരു പാത്രം പുറത്തേക്കെടുത്തു. സോറി, ഞാൻ അവിടെ മാത്രം നോക്കാൻ വിട്ടുപോയി, അവളൊരു ചമ്മലോടെ പറഞ്ഞു. പാത്രം കഴുകി വെച്ചിരുന്നതാണെങ്കിലും അവൾ ഒന്നുകൂടി അത് കഴുകി. പാത്രം ഒന്ന് കുടഞ്ഞെടുത്തു. വെള്ളത്തിന്റെ നേർത്തൊരു നനവ് മാത്രമേ ഇപ്പോൾ പാത്രത്തിലുള്ളൂ. അവൾ ചോറും ഉപ്പേരിയും ചമ്മന്തിയും ഒരു പാത്രത്തിലാക്കി, കറി മറ്റൊരു പാത്രത്തിലും. അവൾ ചെയ്യുന്നതെല്ലാം നോക്കി നേർത്തൊരു ചിരിയോടെ അവൻ ചുമരും ചാരി നിന്നു. എന്നാ ശരി, ഞാൻ പോയേക്കുവാണേ, അതവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അവളുടെ ചോറ്റുപാത്രവും വെള്ളക്കുപ്പിയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അല്ല, നീ എങ്ങനെ പോകും? നിനക്ക് വഴി അറിയോ? നീ ഇതിനു മുൻപ് സ്കൂളിൽ വന്നിട്ടുണ്ടോ? അവൾക്ക് പിറകെ ചെന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എങ്ങനെയാ പോകേണ്ടതെന്ന് മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ബസ്സിറങ്ങിയാൽ തന്നെ സ്കൂൾ കാണുമല്ലോ. ചോറ്റുപാത്രവും വെള്ളക്കുപ്പിയും ബാഗിലേക്ക് വെക്കുമ്പോൾ അവൾ പറഞ്ഞു. പിന്നെ ബാഗെടുത്ത് തോളിലിട്ടു. ശേഷം കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു. സാരിയും മുടിയുമെല്ലാം ഒതുക്കത്തിൽ തന്നെയാണെന്ന് ഒന്നുകൂടി നോക്കിയ ശേഷം മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് വാതിൽക്കൽ നിന്നു. എന്നാ ശരി, ഞാൻ പോവുകയാണേ. വൈകിട്ട് വരുമ്പോൾ താക്കോല് എവിടെയാ ഉണ്ടാവുക? ഇവിടെ ഈ ചെടിച്ചട്ടിക്ക് താഴെ വെക്കാം. അവൾ ചോദിച്ചതും അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ആ ശരി. അവൾ ഉമ്മറത്തേക്ക് നടന്നു. പിന്നെ ഒന്ന് നിന്നു. എന്തോ ആലോചിച്ചതുപോലെ തിരികെ വന്നു. അവനൊന്ന് അവളെ തന്നെ നോക്കി. എന്തു പറ്റി? എന്തേലും മറന്നോ? അവൻ ചോദിച്ചു. അത് പിന്നെ ഇന്ന് ഇവിടുത്തെ എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദിവസമല്ലേ. എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ കാല് തൊട്ട് പോകാൻ എനിക്കിപ്പോൾ വേറെ ആരുമില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി. എന്തിനോ അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അവൻ വേഗം തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഏയ്, എന്താ ഇത്? ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അനുഗ്രഹം അത് മനസ്സിൽ നിന്ന് വരേണ്ടതല്ലേ. അതുണ്ടല്ലോ, ഇനി അതെപ്പോഴും ഉണ്ടാകും. നന്നായേ വരൂ. അവൻ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. എന്നാ ശരി, ഞാൻ പോവുകയാണേ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ അവൻ അവളെ പിറകിൽ നിന്നും വിളിച്ചത്. എടോ, ഒരു 5 മിനിറ്റ്, ഞാൻ തന്നെ കൊണ്ടുവിടാം. അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ അവൻ മുറിയിലേക്ക് കയറിപ്പോയി. അവൻ പോയ വഴിയെ ഒന്ന് നോക്കി. അവൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ബാഗുമെടുത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവൾ ഉമ്മറത്തെ തിണ്ണയിൽ പുറത്തേക്ക് നോക്കിയിരിപ്പുണ്ട്. അടുക്കളവാതിൽ അവൾ നേരത്തെ അടച്ചിരുന്നു. ചോറും വെള്ളവും എടുത്തില്ലേ? അവൻ വാതിൽ പൂട്ടുമ്പോൾ അവൾ ചോദിച്ചു. അവനൊന്ന് തലയാട്ടി. ദേ, താക്കോൽ ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ വരാൻ നേരം വൈകും. താക്കോൽ വെക്കുന്ന സ്ഥലം അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവൾ തലയാട്ടി. ഒത്തിരി നേരം വൈകുമോ? അവൾ ചോദിച്ചതും അവനൊന്ന് അവളെ നോക്കി. ഇല്ല, ഇന്നലെ വന്നതുപോലെയൊക്കെ. നേരം വൈകാതിരിക്കാൻ നോക്കാം. തന്നെ നോക്കി നിൽക്കുന്ന അവളെ കാണുമ്പോൾ അവന് അങ്ങനെ പറയാനാണ് തോന്നിയത്. ഒരു ഹെൽമെറ്റ് കൂടി വാങ്ങേണ്ടി വരും. ബൈക്കിലേക്ക് കയറിയിരുന്ന് ഹെൽമെറ്റ് തലയിലേക്ക് വെക്കുമ്പോൾ അവൻ പറഞ്ഞു. അയ്യോ, പ്രശ്നാവോ? ഏയ്, കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കിയതും അവൾ അവൻ്റെ പിറകിൽ കയറിയിരുന്നു. അവനിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് ബൈക്കിൽ പിടിച്ചാണ് അവളിരിക്കുന്നത്. ഏട്ടന് ഈ വഴിക്കാണോ പോകാനുള്ളത്? വണ്ടിയിലിരിക്കുമ്പോൾ അവൾ ചോദിച്ചു. ആ, അതെ. അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചെന്നും പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ അവളുടെ സ്വഭാവം മനസ്സിലായിരുന്നു. സ്കൂളിൻ്റെ മുൻപിൽ കൊണ്ടുചെന്ന് അവൻ വണ്ടി നിർത്തിയതും അവൾ ഇറങ്ങി. എന്നാ ശരി, വൈകിട്ട് താൻ ഒറ്റയ്ക്ക് പോകില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ പൊയ്ക്കോളാം. ആ, എന്നാ സൂക്ഷിച്ചു പോ.
പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, എൻ്റെ നമ്പർ തൻ്റെ കയ്യിലില്ലല്ലോ. തൻ്റേത് എൻ്റെ കയ്യിലുമില്ല. താൻ നമ്പർ പറഞ്ഞേ, ഞാൻ അതിലേക്ക് മിസ്സടിക്കാം. അവൻ പറഞ്ഞതും അവൾ അവന് അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൻ അതിലേക്ക് ഡയൽ ചെയ്തു. അതാ എൻ്റെ നമ്പർ, ലാസ്റ്റ് 11. സേവ് ചെയ്ത് വെച്ചേക്ക്. അവളുടെ ഫോൺ റിങ് ചെയ്തതും കട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. എന്നാ ശരി, പൊയ്ക്കോ, അവൻ പറഞ്ഞു. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ മുന്നോട്ട് നടന്നു. മെല്ലെ നോക്കിപ്പോ, സാരി ഉടുത്ത് നടക്കുന്നവളെ കണ്ട് അവൻ പറഞ്ഞു. അതു കേട്ട് അവളൊന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ അങ്ങ് പോയതും വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ വണ്ടി വളച്ചു. വന്ന വഴിയെ തന്നെ അവൻ്റെ വണ്ടി വീണ്ടും തിരിച്ചോടി. മുത്തശ്ശന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് സ്കൂൾ മാനേജർ. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുമ്പോൾ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശൻ എല്ലാ കാര്യവും ആദ്യമേ പറഞ്ഞുറപ്പിച്ചതാണല്ലോ. പിന്നെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം അവളോട് വേഗം ഇണങ്ങി. അവളും അതെ. പേടിച്ചിരുന്നതുപോലെ ഒരു അപരിചിതത്വവും അവൾക്ക് തോന്നിയില്ല. അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും അവൾക്കിഷ്ടമായി. പ്രത്യേകിച്ച് ടീച്ചർ അനുപമയെ. ഒരു നല്ല കൂട്ടുകാരിയെ കിട്ടിയതുപോലെ ഒരു സന്തോഷം അവൾക്ക് തോന്നി. വൈകിട്ട് അവളും അനുപമയും ഒരുമിച്ചിറങ്ങി. 2 പേർക്കും 2 റൂട്ടിലേക്കാണ് ബസ്. പക്ഷേ ബസ് കയറുന്നതിന് മുൻപ് അനുപമ തൊട്ടടുത്തുള്ളൊരു പച്ചക്കറിക്കടയിലേക്ക് നടന്നു. കൂടെ അവളും. ഇതിനു മുൻപ് ജോലി ചെയ്തപ്പോൾ കൂട്ടിവെച്ചിരുന്ന കുറച്ച് പൈസയുണ്ട് കയ്യിൽ. പിന്നെ വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ സന്തോഷത്തിനാണെന്നും പറഞ്ഞ് കുറച്ച് പൈസ അവളുടെ കയ്യിലും ഏൽപ്പിച്ചിരുന്നു. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന് തോന്നിയപ്പോൾ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പഴുത്ത നേന്ത്രപ്പഴം കണ്ടപ്പോൾ അതും കുറച്ച് വാങ്ങി. വീട്ടിൽ ചെന്നിട്ട് പഴംപൊരി ഉണ്ടാക്കാം. അവൻ വന്നിട്ട് ഉമ്മറത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു തരം സന്തോഷം അവൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു.